പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക എല്ലാ വീടുകളിലുമുള്ള ഒരു വലിയ പ്രശ്നമാണ് ഫ്രിഡ്ജിന്റെ ബാക്കിലെ വാട്ടർ റിസർവോയർ ട്രേ കറണ്ട് ഇല്ലാത്തപ്പോഴും മറ്റും നിറഞ്ഞു കവിയുന്നത്. ഇതിനൊരു ഫലപ്രദമായ ശാശ്വത പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. അതും 5 പൈസ ചിലവില്ലാതെ വെറും 1 മിനിറ്റിൽ തന്നെ വൃത്തിയാക്കിയെടുക്കാൻ സാധിക്കും. ഒരു തുള്ളി വെള്ളം പോലും തറയിൽ വീഴാതെ തന്നെ. പൊതുവെ 2 തരം റിസർവോയർ ട്രേകളാണ് ഫ്രിഡ്ജിൽ കണ്ടുവരുന്നത്. ഒന്ന് വേഗത്തിൽ ഇളക്കി മാറ്റാവുന്നതും മറ്റൊന്ന് സ്ക്രൂ ചെയ്തു വെച്ചിട്ടുള്ളതും. രണ്ടായാലും ഇളക്കിയെടുത്ത് വെള്ളം മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ വെള്ളം കംപ്രസറിലും മറ്റും വീണ് തുരുമ്പ് പിടിക്കാനും കേടുപാടുകൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. ഈ ഒരു പരിഹാര മാർഗത്തിന് വേണ്ടുന്നത് 2 സാധനങ്ങളാണ്. ഒന്നാമതായി ചളങ്ങിപ്പോകാത്ത തരത്തിലുള്ള ഒരു കുപ്പിയും പിന്നീട് 10-15 സെന്റിമീറ്റർ നീളത്തിൽ കുറച്ച് ട്യൂബും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 6 ലിറ്ററിന്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും പഴയ വാട്ടർ ലെവലിന്റെ ട്യൂബുമാണ്. വളരെ സിമ്പിളായി ഇവയെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ വർഷങ്ങളോളം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ ഇവനൊന്ന് തന്നെ ധാരാളം. ആദ്യം തന്നെ ബോട്ടിലിന്റെ അടപ്പ് ഊരി മാറ്റിയ ശേഷം അടപ്പിന്റെ സെന്ററിലായി തന്നെ ട്യൂബ് കടത്താൻ ആവശ്യമായ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. സോൾഡറിംഗ് അയണോ അല്ലെങ്കിൽ ഒരു കമ്പി ചൂടാക്കിയോ അധികം വലിപ്പമില്ലാതെ ട്യൂബ് ടൈറ്റായി നിൽക്കാൻ പാകത്തിന് വേണം ദ്വാരമുണ്ടാക്കിയെടുക്കാൻ. അല്പം വലുതായാലും കുഴപ്പമില്ല. ദ്വാരമിട്ട അടപ്പിലേക്ക് ട്യൂബ് ഇറക്കി കൊടുക്കാം. ഏകദേശം അടപ്പിന്റെ നീളത്തിനനുസരിച്ച് വേണം ട്യൂബ് സെറ്റ് ചെയ്യാൻ. ട്യൂബ് അടപ്പുമായി കണക്ട് ചെയ്ത ശേഷം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അടപ്പിന് അകവും പുറവും ട്യൂബ് ചേർത്ത് വെച്ച് നന്നായി സീൽ ചെയ്തെടുക്കണം. ഒട്ടിക്കുമ്പോൾ അല്പം പോലും വിടവില്ലാതെ തന്നെ വേണം ഒട്ടിച്ചെടുക്കാൻ. ഗ്ലൂ ഗൺ ഇല്ലാത്ത പക്ഷം എംസീൽ ഉപയോഗിച്ചും സീൽ ചെയ്തെടുക്കാം. ഒട്ടിച്ചെടുത്ത അടപ്പിന്റെയും ട്യൂബിന്റെയും ബലം ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബോട്ടിലേക്ക് അടപ്പ് കണക്ട് ചെയ്ത് നന്നായി മുറുക്കി അടച്ചെടുത്താൽ ക്ലീനിങ് കിറ്റ് റെഡി. ഇനിയൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ട് എന്ന്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഫ്രിഡ്ജിന്റെ ട്രേയിൽ വെള്ളം നിറഞ്ഞ് തുളുമ്പാറായി നിൽക്കുന്നത്. ചെയ്യേണ്ടത് ഇത്ര മാത്രം. ക്ലീനിങ് കിറ്റ് എടുത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ നന്നായി അമർത്തിപ്പിടിച്ച് ട്യൂബ് ട്രേയിലെ വെള്ളത്തിലിട്ട് കൈ പതിയെ റിലീസ് ചെയ്യുക. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ട്രേയിലെ വെള്ളം വളരെ സിമ്പിളായി തന്നെ ബോട്ടിലേക്ക് വീഴുന്നത്. ഇങ്ങനെ ട്രേയിലെ വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ 2-3 തവണ ബോട്ടിൽ അമർത്തി വെള്ളം മുഴുവൻ ഊറ്റിയെടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളമുണ്ടെങ്കിൽ ആദ്യം ശേഖരിച്ച വെള്ളം ബോട്ടിലിൽ നിന്നും ഊറ്റിക്കളഞ്ഞ് വീണ്ടും അടപ്പിട്ട് അമർത്തി മുഴുവൻ വെള്ളവും വറ്റിച്ചെടുത്താൽ ഫ്രിഡ്ജ് ക്ലീൻ. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അല്പം പോലും വെള്ളം തറയിൽ വീണ് നനഞ്ഞിട്ടില്ലല്ലോ. ഇതുപോലൊരു സിമ്പിൾ ക്ലീനിങ് കിറ്റ് ഉണ്ടാക്കി ഫ്രിഡ്ജിന് പുറകിൽ തന്നെ സൂക്ഷിച്ചാൽ വെറും 1 മിനിറ്റിൽ തന്നെ എത്ര കാലം വേണമെങ്കിലും വാട്ടർ റിസർവോയർ ട്രേ സിമ്പിളായി ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ലൈക്കും ഷെയറും ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കണേ. ബൈ ഫ്രം വിച്ചൂസ്.